രാവിലെ ഡെൽമ എഴുന്നേൽക്കുമ്പോഴേക്കും എട്ടിയില്ലായിരുന്നു. അവൻ പതിവ് പോലെ ജോഗിങ്ങിന് പോയി കാണും എന്ന് കരുതി ഡെൽമ ഫ്രഷായി നല്ലൊരു സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി താഴേക്ക് ചെന്നു. ശേഷം കിച്ചണിൽ അമ്മച്ചിയെ ഹെൽപ്പ് ചെയ്തു. ഇരുവരും കൂടി അത്യാവശ്യം പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞു. വീണ്ടും മുറിയിലോട്ട് ചെന്ന് മമ്മിയെ വിളിച്ച് സംസാരിച്ചു. പിന്നെ കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി ഇരിക്കാമെന്ന് കരുതി അവിടെ പോയപ്പോഴാണ് ജോഗിങ് കഴിഞ്ഞ് ഗാർഡൻ ബെഞ്ചിലിരിക്കുന്ന എഡിയും ഡയനയും കാണുന്നത്. അത് ശരി, ഇവളും ജോഗിങ്ങിന് പോയിരുന്നോ? ഡെൽമ രണ്ടുപേരുടെയും പ്രവൃത്തി മുകളിലിരുന്ന് നോക്കുവാണ്. എഡി ഗാർഡൻ ബെഞ്ചിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുവാണ്. അന്നേരം ഡയാന അവനോട് ഒട്ടിച്ചേർന്ന് ന്യൂസ് പേപ്പറിൽ കണ്ണോടിക്കുന്നുണ്ട്. ഇതൊക്കെ മുകളിൽ നിന്ന് ഡെൽമ കാണുന്നുണ്ടായിരുന്നു. ഓഹ്, വലിയ വായനക്കാരി വന്നിരിക്കുന്നു. അവൾക്ക് പിന്നെ വായിച്ചാൽ പോരെ, തൊട്ടുരുമ ഇരിക്കുന്നത് കണ്ടില്ലേ? അന്നേരം അവൾക്ക് ഡയാനയുടെ ദേഷ്യവും കുശുമ്പൊക്കെ തോന്നി. ഇതുവരെ തോന്നാത്ത ഒരു തരം അസ്വസ്ഥത, നെഞ്ചിൽ എവിടെയോ വല്ലാത്തൊരു ഭാരം. എന്തോ ഒന്ന് ഓർത്ത ശേഷം ഡെൽമ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശേഷം മനസ്സിനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. അവരെന്ത് വേണേലും ചെയ്യട്ടെ, അതിനെനിക്കെന്താ? ഞാൻ അയാളുടെ കൂടെ പൊറുതിക്കൊന്നും വന്നതല്ലല്ലോ. ഈ വർഷം തന്നെ UPSC എക്സാം എഴുതണം, തൻ്റെ മാക്സിമം കഴിവും പുറത്തെടുക്കണം, കോച്ചിങ്ങിനും ചേരണം, ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല പോലെ സ്കോർ ചെയ്ത് വിൻ ചെയ്യണം. അതാണ് തൻ്റെ എയിം. അതിനിടയിൽ ശ്രദ്ധ എങ്ങോട്ടും പോകാൻ പാടില്ല. ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ ഒരിക്കലും തന്നെ കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് താഴെ കണ്ടതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവളുടെ പ്രവൃത്തികളൊക്കെയും എട്ടി ഒളികണ്ണാലെ കാണുന്നുണ്ടായിരുന്നു. അവൻ ചിരി ഉള്ളിലൊതുക്കി ഒന്നും അറിയാത്ത പോലെ വായന തുടർന്നു. അതേസമയം ഡയാനയുടെ പ്രവൃത്തിയിൽ ചില അസ്വസ്ഥതയും തോന്നിയിരുന്നു. ഡെൽമ പോയി എന്ന് ഉറപ്പുവരുത്തി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. മുറിയിലിരുന്ന് ഡെൽമ വീണ്ടും ഓരോന്ന് ആലോചിക്കുവാണ്. മനസ്സിലെവിടെയോ ഒരു ഭാരം. അവരിപ്പോൾ എന്ത് ചെയ്യായിരിക്കും? എഴുന്നേറ്റ് കാണുമോ? അതോ ഇപ്പോഴും ഒട്ടിച്ചേർന്ന് ഇരിക്കുന്നുണ്ടാവോ? ഒന്നുകൂടി നോക്കിയാലോ? ഒന്നുമില്ലേലും അയാൾ എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയവനല്ലേ, അപ്പോൾ എനിക്ക് തന്നെയാണ് അവനിൽ പൂർണ്ണ അവകാശം എന്നും കരുതി അവൾ ബാൽക്കണിയിൽ പോയി താഴോട്ട് നോക്കി. അന്നേരം അവിടെ ആരും ഇല്ലായിരുന്നു. എന്നാലും ഇവരിത് എവിടെ പോയി? ഇനി ഗാർഡൻ മൊത്തം അവളെയും കൊണ്ട് കറങ്ങുന്നുണ്ടാവോ? അവളാണേൽ ഒട്ടാൻ കാരണം കാത്തു നിൽക്കുക. ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ ചുവരിൽ തേച്ചൊട്ടിക്കും, നോക്കിക്കോ. ഡെൽമ ഓരോന്ന് പറഞ്ഞ് ഏന്തി വലിഞ്ഞ് മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് പിറകിൽ നിന്ന് എഡി അവളുടെ സാരിക്കിടയിലെ വിടവിലൂടെ നഗ്നമായ വയറിൽ കൈയിട്ട് ചേർത്ത് പിടിക്കുന്നത്. അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സമ്മിശ്ര ഗന്ധം അവളുടെ നാസികയിൽ തുളച്ചു കയറിയതും അവൾക്ക് ആളാരാണെന്ന് മനസ്സിലായി. അതോടെ അവളുടെ ശരീരം വെട്ടി വിരക്കാൻ തുടങ്ങി. അവൻ്റെ കൈ അനുസരണയില്ലാതെ അവളുടെ അണിവയറിൽ ഓടി നടന്നു. അത്യാവശ്യം നല്ല പോലെ ഡീപ്പ് നെക്കുള്ള ബ്ലൗസായിരുന്നു അവൾ ഇട്ടിരുന്നത്. അതിൽ അവളുടെ പുറംമേനി അനാവൃതമായിരുന്നു. ഒരു കൈയാലെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചുംബിച്ചു. അപ്പോഴും മറുകൈയാൽ വയറിൽ തഴുകിക്കൊണ്ടേയിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരുന്നു. ഒന്ന് പ്രതികരിക്കാനാവാതെ അവൻ്റെ കയ്യിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങി നിന്നു. ചൂണ്ടുവിരലാൽ അവൻ അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴമളന്നതും അവൾ ഒന്ന് ഏങ്ങിപ്പോയി. ഇച്ഛായ വിട്ട്, അവൾ അറിയാതെ തന്നെ വിളിച്ചു പോയിരുന്നു. അത് വീണ്ടും കേൾക്കാനെന്ന വണ്ണം കൈ പതിയെ മുകളിലോട്ട് ചലിപ്പിച്ചു. മാറിന് മുകളിലൂടെ പതിയെ തലോടി. അവിടെ കൈ അമർന്നതും അവൾ ശരിക്കും തളർന്നു പോയിരുന്നു. അന്നേരം പലതവണ അറിയാതെ ഇച്ഛായ എന്ന് അവളുടെ നാവിൽ നിന്ന് തീർന്നിരുന്നു. താൻ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടതും അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്ന് അതുപോലൊരു നീക്കം ഉണ്ടായത്. ഇരുമാറിലും മാറി മാറി കൈകൾ വീണ്ടും അമർന്നതും അവൻ്റെ പ്രണയച്ചുടിലവൾ വെന്തുരുക്കാൻ തുടങ്ങി. നെറ്റിയിലും ചുണ്ടിനു മേലെയും പിൻകഴുത്തിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഇനിയും തനിക്കിത് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയ അവൾ നേരെ നിന്ന് മുഖം അവൻ്റെ നെഞ്ചിലൊളിപ്പിച്ചു. അവൻ അന്നേരം ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ കൈ അവളുടെ പുറമേനയിൽ ഓടി നടന്നു. അതോടെ അവളുടെ കൈയും അവനെ വിരിഞ്ഞു മുറുക്കി. അന്നേരമാണ് ഡയാന മുറിയിലേക്ക് കയറി വരുന്നത്. ഇരുവരും പുണർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിലായതിനാൽ ഡെൽമക്ക് മാത്രമേ അവളെ കാണാൻ പറ്റുള്ളൂ. അവളെ കണ്ടതും ഡെൽമ കാണാത്ത പോലെ നടിച്ചു. കണ്ണിറുക്കി അടച്ചു. ഇരു കൈയാലെ അവൻ്റെ പുറംമേനയെ തലോടിക്കൊണ്ടേയിരുന്നു. ആരെയോ കാണിപ്പിക്കാനെന്ന വണ്ണം അവളുടെ ചുണ്ടുകൾ അറിയാതെ അവൻ്റെ കഴുത്തിലും തോളിലും നെഞ്ചിലും ഒക്കെ അമരുന്നുണ്ടായിരുന്നു. ഇവൾക്കിതെന്ത് പറ്റി? ഇങ്ങോട്ടിതുപോലെ തീരെ പ്രതീക്ഷിച്ചില്ല. പെണ്ണ് നല്ല ഫോമിലാണല്ലോ. ഈ നേരത്തല്ലായിരുന്നാൽ വല്ലതും നടന്നേനെ. എന്തായാലും ഡയാന വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഉമ്മകളൊക്കെ കിട്ടി തുടങ്ങി. എട്ടി അതും മനസ്സിൽ കരുതി അവളുടെ തോളിൽ അമർത്തി മുത്തി. ഇതൊക്കെ കണ്ടതും ഡയാനയ്ക്ക് ദേഷ്യം തോന്നി. അവൾ മുഖം വീർപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവൾ പോയെന്ന് മനസ്സിലായതും ഡെൽമ കണ്ണു തുറന്നു. അന്നേരവും എട്ടിയുടെ കൈകൾ അവളിൽ പുതിയ തീരം തേടി തുടങ്ങിയിരുന്നു. ബ്ലൗസിൻ്റെ പിറകിലെ ഹൊക്ക് ദുഷ്ടൻ മൊത്തം അഴിച്ചു കഴിഞ്ഞെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത്. തോളിൽ നിന്നും സാരി ഊർന്നു വീഴാറായതും അവൾ അവനിൽ നിന്നും അകന്നു മാറി.
അവനെ തറപ്പിച്ച് നോക്കി സാരി കൊണ്ട് പുറം ഭാഗം കവർ ചെയ്ത് എങ്ങനെയോ മുറിയിൽ പോയി ഡോറടിച്ച് ലോക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഹുക്കിടാൻ നേരാണ് അവൻ പിറകിലൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനായി എടുത്തതല്ലേ, ഞാൻ തന്നെ ഇട്ട് തന്നേക്കാം എന്നും പറഞ്ഞ് മുഴുവനും ഇട്ട് കൊടുത്തു. ഒരു സംശയം ചോദിച്ചോട്ടെ, നേരത്തെ ഇതിട്ടപ്പോൾ ആരാ നിന്നെ ഹെൽപ്പ് ചെയ്തത്? അത് ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടതാ, ഡെൽമ പറഞ്ഞപ്പിച്ചു. ഇങ്ങനെ കഷ്ടപ്പെടാൻ എന്തിനാ അത് പിന്നിൽ വെക്കുന്നത്? മുന്നിൽ വെച്ചാൽ പോരെ, അല്ലേ തിരിച്ചിട്ടാ പോരെ? അതിപ്പോൾ ഫാഷനാ. ഓ, ഇതുപോലെ പുറം ഭാഗം പ്രദർശിപ്പിക്കുന്നതും ഫാഷനാ? ഇത്രയ്ക്കും ഫാഷൻ വേണോ? ഇങ്ങനെ മുടികൊണ്ട് മറക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തപ്പോൾ ഇത്തിരി ഓവറല്ലേ എന്നും പറഞ്ഞ് അവളുടെ കവിളിൽ പതിയെ തട്ടി ടവലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അവൻ പറഞ്ഞത് കേട്ടതും ഡെൽമ കണ്ണാടിയിൽ കൂടി ചരിഞ്ഞു നോക്കുവാണ്. ഡേപ്പ് ഇത്തിരി കൂടിയോ എന്ന് അവൾക്കും സംശയം തോന്നി. സാരമില്ല, ഇനി ശ്രദ്ധിച്ചേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞു ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെയും കവറിൽ നിന്നെടുത്ത് വാർഡ്രോബിലെടുത്ത് വെക്കാൻ നേരാണ് കവറിൽ നിന്നും അവൾക്കൊരു പേഴ്സ് കിട്ടുന്നത്. അതാരുടേതാണെന്ന് അവൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതെടുത്ത് തുറന്നു നോക്കി. അതിൽ കാണുന്ന ID പ്രൂഫൊക്കെ നോക്കിയതും അവൾക്ക് മനസ്സിലായി ഇന്നലെ അവളുമായി ഉടക്കി അവൻ്റേതാണെന്ന്. അതിലൊരുപാട് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതിയും കിട്ടി. അത് തുറന്നു നോക്കിയതും ഒരു തിളങ്ങുന്ന കല്ല് കണ്ടു. നല്ല തിളക്കമുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു വിലപിടിപ്പുള്ള രത്നക്കല്ലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളത് തിരിച്ചും മറിച്ചും നോക്കുവാണ്. അന്നേരാണ് എട്ടി കുളി കഴിഞ്ഞ് വരുന്നത്. അവൻ അവളുടെ പിറകിലൂടെ വന്നു അവളുടെ മുടി വകഞ്ഞു മാറ്റി അവൻ്റെ തല കുടഞ്ഞു അവളുടെ ദേഹത്തേക്ക് വെള്ളത്തുള്ളികൾ വീഴ്ത്തി. നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു. അന്നേരാണ് അവൻ അവളുടെ കയ്യിലെ സ്റ്റോൺ ശ്രദ്ധിക്കുന്നത്. ഇതെന്താ നിന്റെ കൈ? നാഗമാണിക്കാണോ? അപ്പോൾ നീ നാഗകന്യകാണല്ലേ? ഇനിയിപ്പോൾ ഞാനും വല്ല പാമ്പും ആണോ? ഞാനറിയാതെ എന്നിൽ എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ നാഗറാണി? പറഞ്ഞാലും മതി കളിയാക്കിയത്. ഇതെന്ത് തേങ്ങയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് പ്യുവറാണ്. ഇതേ കൂടെ ഒരു പേഴ്സും ഉണ്ട്. ആ MLA തെണ്ടിയുടെ മോൻ്റെ പേഴ്സ് ഇന്നലെ അബദ്ധവശാൽ ഈ കവറിൽ വീണു. പേഴ്സിലെ കാർഡ്സൊക്കെയും കണ്ടിട്ടേ ആളൊരു പക്കാ ക്രിമിനൽ ആണെന്ന് തോന്നി. എത്രയോ ഐഡൻറ്റിറ്റി അയാൾക്കുണ്ട്. മിക്കവാറും ഇതെവിടുന്നേലും മോഷ്ടിച്ചാവും. സാറിന് അപ്പനെയും മോനെയും പൂട്ടാനുള്ള വക അതിലുണ്ട് എന്നും പറഞ്ഞ് പേഴ്സ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അവൾ പോവാനൊരുങ്ങിയതും അവളെ പിടിച്ചു നിർത്തി അവൻ പേഴ്സ് മുഴുവനും ചെക്ക് ചെയ്തു. എൻ്റെ പൊന്നു മോളെ, നീ എന്നെ വലിയ തലവേദനയിലേക്കാണല്ലോ കൊണ്ടെത്തിച്ചത്. ഇത് എവിടെ നിന്ന് മോഷണം പോയ രത്നക്കല്ലാണെന്നേ ഒരു ഐഡിയ ഇല്ല. എന്നാലും ഇതെങ്ങനെ അവൻ്റെ കൈ വന്നു? ഈ പേഴ്സ് കാണാഞ്ഞിട്ട് അവൻ തെണ്ടി തിരിയുന്നുണ്ടാവും. നിന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞാലേ അവൻ നിന്നെ എപ്പോൾ തട്ടിയെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കുകയാണോ? ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞതാ. അവനെ എനിക്ക് മുൻപേ അറിയാം, ആളൊരു തേർഡ് റേറ്റ് ക്രിമിനലാണ്. അതുകൊണ്ട് ഒറ്റക്കൊന്ന് പുറത്ത് പോവല്ലേ എന്നും പറഞ്ഞ് അവൾ ഇറക്കി പുണർന്നു. എവിടെ പോണേലും ഇച്ചായൻ കൂടെ വന്നോളാം, ഓക്കെ? അതൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരണം. ഇവിടെ ഇരുന്നാലേ ആ ചൊറിയും തവള എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഏത് നേരവും നിങ്ങളെയും കിട്ടില്ലല്ലോ. അതൊന്നും വേണ്ട, ഇവിടെ ഒത്തിരി വണ്ടി കിടപ്പുണ്ടല്ലോ. അത്യാവശ്യമാണെങ്കിൽ അതെടുത്തൂടെ? അത്യാവശ്യത്തിന് മാത്രം പുറത്ത് പോയാൽ മതി, കേട്ടല്ലോ എന്നും പറഞ്ഞ് അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. തൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. കിളി പോയി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് ടവൽ ഊരി എറിഞ്ഞതും അവൾ കിളികളെ കൂട്ടിലാക്കി തിരിഞ്ഞു നിന്നു. കർത്താവ്, ഇയാൾക്ക് നാണമില്ലേ? വല്ലാത്ത തൊലിക്കട്ടി തന്നെ. എന്നിൽ നീ കാണാൻ പാടില്ലാത്തതായി ഒന്നുമില്ല. നിന്നിൽ ഞാൻ കാണാൻ പാടില്ലാത്ത ഒന്നും ഉണ്ടാവാനും പാടില്ല. കുറച്ച് നിമിഷത്തിന് ശേഷം അവൻ അവളുടെ കാതിൽ അതും പറഞ്ഞു കാറ്റ് പോലെ ഡോറും തുറന്ന് പുറത്തു പോയി. ഇയാൾ എന്നെയും കൂടി ചീത്തയാക്കും, ഇല്ലെങ്കിൽ ഏത് നേരവും ഇയാളുടെ മുഖം ഓർമ്മ വരുക എന്നും പറഞ്ഞ് തലക്കും കൈ കൊടുത്തു അവൾ അവിടെ ഇരുന്ന് പോയി. ഒറ്റയ്ക്ക് എവിടെയും പോവരുത് എന്ന് ഏട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച അവൾ വീട്ടിൽ അടങ്ങിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പോകുമെന്ന് കരുതിയ സിസിലെ ആൻറ്റിയും ഡയാനയും 2 ദിവസം പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും പോണില്ല എന്ന് കണ്ടപ്പോഴേ ഡെൽമക്ക് ചൊറിഞ്ഞു വന്നതാ. ആൻറ്റി ഓക്കെ, പക്ഷെ അവൾ എന്തിനാ ഇവിടെ കടിച്ചു തോന്നി നിൽക്കുന്നത്? എട്ടി വന്ന ഏത് നേരവും ഡയാന അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണുമ്പോൾ ഡെൽമക്ക് ദേഷ്യം വരും. അന്നേരം എന്തേലും പറഞ്ഞു ഡെൽമ അവരുടെ ഇടയിൽ കയറി അവനെയും കൂട്ടിക്കൊണ്ട് പോകും. ഡയാനയുടെ കാര്യം പറഞ്ഞു ഡെൽമയെ വട്ട് കയറ്റാൻ അവന് പെരുത്തിഷ്ടാണ്. അവളെ കാണിക്കാനെന്ന് വണ്ണം പെണ്ണിയേട്ടിയെ സ്നേഹിച്ചു കൊല്ലുവാണ്. ആ വകയിൽ അവൻ നല്ലോണം അവസരം മുതലാക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ സിസിലി തളയുടെ ചോർച്ചിൽ അസഹനീയമായപ്പോൾ വൈകുന്നേരം ഡെൽമ അമ്മച്ചിയുടെ അനുവാദത്തോടെ ഒന്ന് റൗണ്ട് അടിച്ചു വരാം എന്നും പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. സ്കൂട്ടിയിലാണ് അവളുടെ യാത്ര. കൂടെ നല്ല ചാറ്റൽ മഴയുണ്ട്. ഈ മഴ നനയാൻ കൂടെ ഇച്ചായൻ കൂടി ഉണ്ടായിരുന്നേൽ എന്നവൾ അന്നേരം ആഗ്രഹിച്ചു പോയി. ഡയനയെ കാണിക്കാൻ സ്നേഹിച്ചു മൂപ്പരെ കാണാതിരിക്കാനെ കൊച്ചിന് പറ്റില്ല എന്ന പോലെ ആയിരിക്കുക. ഈ ജീവിതത്തിൽ കൂടെ അവനും വേണം എന്നൊരു തോന്നൽ. കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ. IPS എന്തോ കൂടോത്രം ചെയ്ത് എൻ്റെ മനസ്സ് മാറ്റിയെന്നാ തോന്നുന്നത്.
ഇതിപ്പോൾ തന്നോട് പറഞ്ഞതാണല്ലോ തൻ്റെ ആഗ്രഹം നേടിക്കഴിഞ്ഞ് ജീവിതം തുടങ്ങിയാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താല്ലേ, നാളെ ഒരുമിച്ച് പുറത്തു പോയി മനസ്സ് തുറന്ന് സംസാരിച്ചാലോ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഒരു വ്യക്തമായ പ്ലാൻ വേണം. അത് ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ ആണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചാലോ? ഫ്രീ ആണെങ്കിൽ ഒരുമിച്ച് മഴ നനഞ്ഞ് മനസ്സ് തുറക്കാം. എനിക്ക് ഇയാളോട് മഴ പോലെ ഒരിഷ്ടം, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഒരിഷ്ടം തോന്നുക എന്ന് പറഞ്ഞാലോ? യെസ്, അങ്ങനെ പറയാം എന്നും കരുതി ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ തപ്പി നോക്കി. അന്നേരമാണ് ഓർക്കുന്നത് ഫോൺ എടുത്തിട്ടില്ലെന്ന്. അവളുടെ വണ്ടി വിജനമായ റോഡിലൂടെ പോകുവാണ്. മഴ ആസ്വദിച്ചു വണ്ടി എങ്ങോട്ടോ തിരിച്ചുവിട്ടതാണ്. ചിന്തകൾക്കിടയിൽ ഒരുപാട് ദൂരം പിന്നിട്ടത് അവൾ അറിഞ്ഞിരുന്നില്ല. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നതും അവൾ വണ്ടി തിരിച്ചുവിട്ടു. മഴയത്ത് ഡ്രൈവിംഗ് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയതും അവൾ റോഡരികിലെ വെയിറ്റിംഗ് ഷെഡിനരികിൽ വണ്ടി ഒതുക്കി നിർത്തി അതിനകത്ത് കയറിയിരുന്നു. പുറത്തേക്ക് കൈനീട്ടി മഴത്തുള്ളികളെ തൊട്ട് തലോടി. അന്നേരം എഡ്ഡി മുന്നിൽ വന്ന് നിന്ന് മഴവെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടയുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണിറുക്കി അടച്ചു. കുറച്ചു കഴിഞ്ഞും ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലായതും ഡെൽമ കണ്ണു തുറന്നു. അപ്പോഴാണ് താൻ സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലായത്. തലയിൽ സ്വയം ഒന്ന് കൊട്ടി ചിന്തകളെ എങ്ങോട്ടോ പറത്തിവിട്ടു. കുറച്ചു നേരം മഴയെ നോക്കി അങ്ങനെ ഇരുന്നു. ഇനിയും ഇവിടെ ഇരുന്നാൽ വീട്ടിലെത്താൻ വൈകും എന്ന് മനസ്സിലായ ഡെൽമ അവിടുന്ന് എഴുന്നേറ്റ് വണ്ടിയിൽ കയറാൻ നേരാണ് മുന്നിൽ ഒരു വണ്ടി വന്ന് നിർത്തുന്നത്. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടതും ഡെൽമയുടെ മുഖത്ത് ചെറുതായി ഭയം നിഴലിച്ചു. അന്നുടക്കി അവനും കൂടെ 2 പേരും. പെട്ടെന്ന് സ്കൂട്ടിയിൽ കയറി കീയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരാണ് അവൻ കീ എടുത്ത് കയ്യിൽ പിടിക്കുന്നത്. അവൻ്റെ മുഖത്തെ വശ്യമായ നോട്ടവും ചിരിയും കണ്ടതും അവൾ അവരെ തള്ളി മാറ്റി ഇറങ്ങി ഓടി. ഡെൽമ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞത് മുതൽ അവളെയും അന്വേഷിച്ച് നട്ടം തിരിയുവാണ് എഡ്വിൻ. ഒറ്റയ്ക്ക് ഇങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞതാ. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ലല്ലോ, അതിന് ഞാനാരല്ലേ? എട്ടിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വരുവാണ്. അവൾക്കൊന്നും വരുത്തല്ലേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു, ഒരു വിവരമില്ല. ഫോണാണെങ്കിൽ വീട്ടിലും. മണിക്കൂറുകൾ പിന്നിട്ടു, എന്നിട്ട് ഒരു വിവരമില്ല. എട്ടിയുടെ സംശയം MLAയുടെ മകൻ റോണിയിലെത്തി നിന്നു. അവനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തക്കതായ തെളിവുകളില്ല. എട്ടിക്ക് ആകെ ഭ്രാന്തി പിടിക്കുവാണ്. ഒരുപാട് നേരത്തെ അലച്ചിലിനൊടുവിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് നിന്ന് അവളുടെ വണ്ടിയും ചെരുപ്പും കണ്ടെത്തി. ഇതിന് പിന്നിൽ അവൻ തന്നെ എന്ന കാര്യത്തിൽ എട്ടിക്ക് ഒരു സംശയമില്ലായിരുന്നു. അതോടെ എട്ടിയുടെ സകല നിയന്ത്രണവും വിട്ടു. ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പോലീസ് നായ ചെരുപ്പ് കിടന്ന ഭാഗത്തൂടെ മണം പിടിച്ചു എങ്ങോട്ടൊന്നില്ലാതെ ഓടുവാണ്. കൂടെ എട്ടിയുണ്ട്. പിറകിൽ ബാക്കി പോലീസുകാരും. നായ മണം പിടിച്ച് അവസാനം ഒരു പഴയ കെട്ടിടത്തിന് മുന്നിലെത്തി. അവിടെ കണ്ടപ്പോൾ എട്ടിക്ക് പന്തികേട് തോന്നി. വളരെ വിദഗ്ധമായി അകത്ത് കയറി. അന്നേരാണ് അകത്തെ മുറിയിലിരുന്ന് വെള്ളമടിക്കുന്ന റോണയും കൂട്ടരെയും കാണുന്നത്. മൂവരും കാര്യമായ സംസാരത്തിലാണ്. ഡാ, ഇനിയെന്താ നിന്റെ പ്ലാൻ? ഇതുവരെ ആയിട്ടും അവളുടെ വായിൽ നിന്ന് ഒരക്ഷരം വീണിട്ടില്ല. ആ രത്നക്കല്ല് അവളുടെ കയ്യിൽ തന്നെ കാണും. പ്രസിദ്ധമായ നാഗക്ഷേത്രത്തിലെ വർഷങ്ങൾ പഴക്കമുള്ള അമൂല്യമായ രത്നമാണത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനം. അതാണ് നീ എവിടെയോ കൊണ്ട് കളഞ്ഞത്. അത് അവളുടെ കയ്യിൽ തന്നെ കാണും. നമ്മളുടെ ഇടയിൽ വന്ന് പെട്ടിട്ടും ആ പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ? നീ സമ്മതിക്കാത്തത് കൊണ്ടാ. ഇല്ലേ ഞാൻ 2 അടി കൂടുതൽ കൊടുത്ത് എപ്പോഴേ പറയിപ്പിച്ചേനെ. ഒരുത്തൻ മദ്യം ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് അഹങ്കാരം കാണാതിരിക്കും. പോലീസിലെ ഒറ്റക്കൊമ്പൻ ACP എഡ്വിൻ ഫിലിപ്പിന്റെ കെട്ടിയോളാണവൾ. നല്ല ഉഷിരുള്ള പെണ്ണാണവൾ. നിങ്ങൾ കണ്ടതാണല്ലോ അവളുടെ ധൈര്യം. സിംഹമടയിലെത്തിയിട്ടും അവളുടെ ചങ്കൂറ്റം നിങ്ങൾ കണ്ടതല്ലേ? എഡ്വിൻ ഫിലിപ്പ് അവൻ്റെ പെണ്ണ്. അവൻ കഴിച്ചതിൻ്റെ ബാക്കിയാണേലും കുഴപ്പമില്ല. നമ്മളും ഇന്ന് അവളെ രുചിച്ചു നോക്കും. അത് കഴിഞ്ഞ് അവൾ എല്ലാം പറയും. അതുവരെ നമുക്ക് അവളെ വേദനിപ്പിക്കാതെ നിൽക്കാം, അല്ലേ? അവളുടെ ആ നനഞ്ഞൊട്ടിയ ബോഡി കാണണം. ഓ, 2 അടിച്ചിട്ട് ഡീറ്റെയിൽഡായി കാണാമെന്ന് കരുതി ഞാൻ അടങ്ങിയിരുന്നതാ. ഇതുപോലൊരു മുതൽ കിട്ടിയ അവൻ്റെ ഒരു ഭാഗ്യം. അശ്ലീല ചുവയോടെ റോണി അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ ചവിട്ടേറ്റ് നിലത്തി വീണിരുന്നു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ മുന്നിൽ നിൽക്കുന്ന എട്ടിയെ കണ്ടതും 3 പേരും ശരിക്കും ഞെട്ടി. പിന്നെ അവിടെ ഒരു കിടലൻ ഫൈറ്റ് തന്നെ നടന്നു. എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും ബാക്കി പോലീസുകാർ വന്നു. തൻ്റെ പോക്കറ്റിൽ നിന്നും രത്നക്കല്ലെടുത്ത് പോലീസുകാരെ ഏൽപ്പിച്ചു. ഇത് DCP ഓഫീസിൽ എത്തിക്കണമെന്നും ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയതാണെന്നും എല്ലാ കാര്യവും DCPയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും എഡ്ഡി പറഞ്ഞതും 3 പേരെയും പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി. അവർ പോയതും ഡെൽമയ്ക്ക് വേണ്ടി എഡ്ഡിയുടെ കണ്ണുകൾ അവിടാകെ അലഞ്ഞു നടന്നു. അന്നേരാണ് ഒരു മുറിയിൽ നനഞ്ഞു കുതിർന്ന് ഒരു മൂലക്ക് പതുങ്ങി കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഡെൽമയെ അവൾ കാണുന്നത്. കണ്ടാലറിയാം അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന്. അരികിൽ ചെന്നിരുന്ന് പതിയെ ഒന്ന് തൊട്ടതും അവൾ പേടിച്ച് നിലവിളിച്ചു. വാവേ, ഇത് ഞാനാ, പേടിക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കേ. ഇച്ഛായനാടി പെണ്ണെ. അത് കേട്ടതും അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി.
അവനെ കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു തോന്നി. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവനെ ഇറക്കി പുണർന്നു. അവനവളെ ആശ്വസിപ്പിക്കുകയാണ്. മുഖത്ത് അടികൊണ്ട പാടിൽ പതിയെ വിരലോടിച്ചു. ഇടയ്ക്ക് നെറ്റിയിലും തലയിലും ഒക്കെ ചുംബിക്കുന്നുണ്ട്. അവളെ പതിയെ തലോടുന്നുണ്ട്. അവളുടെ കരച്ചിലൊന്ന് അടങ്ങിയെന്ന് തോന്നിയതും എഡി അവളെയും കയ്യിലെടുത്ത് നടന്ന് വണ്ടിക്കരികിലെത്തി. അവളെ വണ്ടിയിലിരുത്തി അവനും കയറി വണ്ടി പറപ്പിച്ചു വിട്ടു. ഡെൽമയെ കിട്ടിയെന്നറിഞ്ഞതും രണ്ടുപേർക്കൊഴികെ എല്ലാവർക്കും ആശ്വാസമായി. ഡെൽമയും കയ്യിൽ കോരിയെടുത്ത് വരുന്ന എഡിയെ കണ്ടതും ഡയാനയിൽ ദേഷ്യവും സിസിലിയിൽ പുച്ഛവും നിറഞ്ഞു. ഡെൽമയോട് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, നാളെ സംസാരിക്കാം എന്നും പറഞ്ഞ് എഡി തന്നെ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളെ നേരെ കൊണ്ടുപോയി വാഷ്റൂമിൽ നിർത്തി ഹീറ്റർ ഓൺ ചെയ്ത് എഡി യൂണിഫോമിൻ്റെ ഷർട്ട് മാറ്റി തിരികെ വാഷ്റൂമിൽ വന്നു. അവൾ അന്നേരം തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തേലും പറയുന്നതിന് മുന്നേ അവളുടെ ടോപ്പ് മാറ്റി ടവൽ ചുറ്റി ചൂടുവെള്ളം കൊണ്ട് തലയോടെ ഒഴിച്ചു കൊടുത്തു. തണുത്ത് മരവിച്ച അവസ്ഥയും മുഖത്ത് അടികൊണ്ട വേദനയും കാരണം അവൾക്ക് ഒന്നിനും വയ്യായിരുന്നു. ചൂടുവെള്ളം ശരീരത്തിൽ വീഴുമ്പോൾ ഇത്തിരി ആശ്വാസം പോലെ തോന്നിയവൾക്ക്. കുളി കഴിഞ്ഞ് അവൻ തന്നെയാണ് അവളുടെ ഡ്രസ്സ് മുഴുവനും മാറ്റി മറ്റൊരു നൈറ്റി ഇട്ട് കൊടുത്തത്. അന്നേരം അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ കണ്ണിൽ മാത്രമായിരുന്നു. ഒരമ്മയുടെ കരുതലോടെ അവൻ എല്ലാം ചെയ്തു കൊടുത്തു. അവൾ അവനെ ഒന്നിനും എതിർക്കാൻ നിന്നില്ല. വാഷ്റൂമിൽ നിന്ന് വന്നു അവളുടെ മുടി ഉണക്കി അവളെ ബെഡിൽ കിടത്തി. അന്നേരം മുഴുവൻ അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റിയതേയില്ല. അവൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാൻ നേരം അവൾ കൈ പിടിച്ച് പറഞ്ഞു, പോവല്ലേ, എനിക്ക് പേടിയാ. ഇപ്പം വരാമെന്നും പറഞ്ഞ് അവൾ പോയി. പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നു അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കൂടി. എഡിയുടെ ചുണ്ട് അവളുടെ നെറ്റിയിൽ അമർന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു. കുറച്ചു കഴിഞ്ഞു ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയിൽ ചുട്ടുപൊള്ളുന്ന പനിയും എന്തൊക്കെയോ ഉറക്കത്തിൽ പറയുന്നതും കണ്ടിട്ടാണ് എഡി എഴുന്നേറ്റ് നോക്കിയത്. അന്നേരം അവൾ ശരിക്കും വിറക്കുന്നുണ്ടായിരുന്നു. 2-3 പുതപ്പ് പുതപ്പിച്ചു, ടാബ്ലറ്റ്സ് കൊടുത്തു. എന്നിട്ടും അവൾ ഓക്കെ ആവുന്നില്ല എന്ന് തോന്നിയ എഡി തൻ്റെ ടീഷർട്ട് ഊരിമാറ്റി അവളുടെ നൈറ്റി ഊരിമാറ്റി അവളെയും ഇറുകെ പുണർന്നു ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്തു. രാവിലെ നേരത്തെ ഉണർന്ന് ഡ്രസ്സിട്ട് കൊടുത്തേക്കാം, ഇല്ലേ പത്രകാളിയാവും എന്ന് മനസ്സിൽ പറഞ്ഞു അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. രാവിലെ ആദ്യം ഉണർന്നത് ഡെൽമയായിരുന്നു. അവൾ ഇപ്പോഴും അവൻ്റെ കരവലയത്തിനുള്ളിലാണ്. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈ പതുക്കെ എടുത്ത് മാറ്റാൻ നേരമാണ് താൻ നഗ്നയാണെന്ന തിരിച്ചറിവ് അവളിൽ ഉണ്ടാവുന്നത്. എന്തിനെന്നറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകി. അവനെ ഉണർത്താതെ എഴുന്നേൽക്കാൻ നേരാണ് തൻ്റെ കഴുത്തിലെ മിന്നിലേക്ക് അവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല കോർത്തിരിക്കുന്നത് കാണുന്നത്. അതെടുക്കാതെ അനങ്ങാൻ പോലും പറ്റില്ല. അങ്ങനെ അവൾ വെള്ളെ തല ഉയർത്തി പിടിച്ചു അതെടുക്കാൻ നോക്കി. പെട്ടെന്നാണ് അവൻ കണ്ണു തുറന്നത്. അവൻ്റെ നോട്ടം മറ്റെവിടെയോ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ അവൻ്റെ നോട്ടം പോയിടത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ബ്ലാങ്കറ്റ് മേലിൽ നിന്ന് ഊർന്നു വീണ് മാറിയിടം അവന് മുന്നിൽ അനാവൃതമാണെന്ന്. ഒരു തരം പിടിച്ചിലൂടെ അവൾ ബ്ലാങ്കറ്റ് എടുത്ത് ശരീരം മറച്ചു. ഇത് കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഈ സമയത്ത് ചിരിച്ചാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കി ചിരി അടക്കി പിടിച്ചു മാലയുടെ കുരുക്കെടുക്കാൻ തുടങ്ങി. മാലയിൽ വീണ് കുരുക്കെടുത്തതും ഡെൽമ ബ്ലാങ്കറ്റ് എടുത്ത് ശരീരം മുഴുവനും മറച്ചു. അവളിലെ വെപ്രാളവും സങ്കടവും മനസ്സിലായ എട്ടി അവളോട് ചേർന്ന് കിടന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നിനക്കെന്നോട് ദേഷ്യമാണോ? അവളില്ലെന്ന് തലയാട്ടി. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവളൊന്നും മിണ്ടിയില്ല. എനിക്കറിയാം നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളതെന്ന്. നീ വിചാരിക്കുമ്പോൾ ഒന്നും നടന്നിട്ടില്ല. രാത്രി നല്ല പനിയായിരുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ നോക്കിയിട്ടും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് കിടന്നതേ ഉള്ളൂ. അപ്പം തന്നെ ഞാനും ഉറങ്ങിയതാ. ശരിക്കും? പിന്നെ ഒന്നും കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ കണ്ടില്ലേ, അത് മാത്രം. ഗോഡ് പ്രോമിസ്. അവൻ പറയുന്നത് കേട്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു വന്നു. അത് മനസ്സിലായെന്ന പോലെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, ഇനിയും നമ്മൾ തമ്മിൽ ഒരു അകൽച്ച വേണം. എന്തിനാ എന്നോടുള്ള ഇഷ്ടം ഇങ്ങനെ ഉള്ളിൽ ഒളിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നിന്റെ എന്താഗ്രഹം നേടാനും കൂടെ ഞാനുണ്ടാവുമെന്ന്. എന്നിട്ടും എന്തേ എൻ്റെ മനസ്സ് കാണാത്തത്? എന്നെ തിരിച്ച് സ്നേഹിച്ചൂടെ? ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തൻ്റെ സ്നേഹത്തിന് വേണ്ടി തുടിക്കുന്ന അവൻ്റെ ഹൃദയം ആ നിമിഷം അവൾക്ക് കാണാതിരിക്കാൻ പറ്റിയില്ല. അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നെഞ്ചിൽ മുഖം പൊഴുത്തി കിടന്നു. എനിക്കിഷ്ടമായി ആളെ, ഒരുപാട് ഇഷ്ടമാണ്. മഴ പോലൊരിഷ്ടം, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇഷ്ടമാണ്. അതും പറഞ്ഞു അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി. എത്രയും നാൾ കേൾക്കാൻ ആഗ്രഹിച്ചത് അവളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതും അവൻ്റെ മുഖം പൂനിലാവുദിച്ചതുപോലെ വിടർന്നു. അവളുടെ കൂടെ ബ്ലാങ്കറ്റിനുള്ളിൽ കയറിക്കൂടി അവളെയും കെട്ടിപ്പിടിച്ചു മറിഞ്ഞു. മാഡം, വീടെത്തി. ഡ്രൈവറുടെ വിളി കേട്ടുകൊണ്ടാണ് ഡെൽമ ഓർമ്മകളിൽ നിന്നുണരുന്നത്. കളക്ടറുടെ ഔദ്യോഗിക വാഹനം അവർ താമസിക്കുന്ന വീടിന് മുന്നിൽ നിർത്തിയതറിഞ്ഞ് അവൾ ദീർഘമായി നിശ്വസിച്ചു വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു.
4 വർഷങ്ങൾക്ക് ശേഷം അവളുടെ മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയതാണ്. തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച ഇച്ചായനെ പിരിഞ്ഞു, തൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഒന്നും ഓർക്കാറില്ലായിരുന്നു. എല്ലാം മനഃപൂർവ്വം മറന്നു കളഞ്ഞതാ. പക്ഷെ തന്നെ ഇന്ന് പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഷഹാനയുടെ കോളായിരുന്നു. അവളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയായിരുന്നു 4 വർഷത്തിന് ശേഷം അവളുടെ കോൾ തന്നെ തേടിയെത്തിയത്. അവൾ എന്നറിയപ്പെടുന്ന ലോയറാണ്. അവളുടെ മൊഞ്ചം തന്നെയാണ് ഇത്ര കെട്ടാൻ പോണത്. കല്യാണത്തിന് വരണം, വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ മിണ്ടില്ല എന്നവൾ തീർത്തും പറഞ്ഞു. ഇല്ല, തനിക്ക് അങ്ങോട്ട് ഇനി പോവാൻ പറ്റില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം താൻ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ പോയാൽ താൻ തളർന്നു പോകും. നമ്മൾ തമ്മിൽ നിയമപരമായി ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല. പിന്നെ എന്തിന് ഞാൻ കിട്ടിയ മിന്നെ നീ കഴുത്തിൽ അണിയണം? അത് ഞാൻ തന്നെ തിരിച്ചെടുക്കുന്നു എന്നുള്ള അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം വീണ്ടും കാതിൽ പതിഞ്ഞതും അവൾ കണ്ണിറുക്കി അടച്ചു. കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകാൻ തുടങ്ങി.